Good afternoon. എല്ലാവരും ലൈവ് ചാറ്റിൽ നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് കമന്റ് ചെയ്യൂ. അറ്റൻഡൻസ് കമന്റ് ചെയ്യുക കേട്ടോ. മതി. ഇനി ആരും കമന്റ് ചെയ്യുന്ന ഇനി നമ്മൾ അറ്റൻഡൻസ് ഉണ്ടാവില്ല. നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ 1-2 മൊഡ്യൂൾ കഴിഞ്ഞ് 3rd മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. തിയറി പോർഷൻസ് ആണ്, കുറച്ച് ഭാഗങ്ങളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകൂടെ ഇന്ന് ചെറിയൊരു ക്ലാസ് ആണ്, അപ്പോൾ നമുക്കത് സ്റ്റാർട്ടിങ് തൊട്ടൊന്ന് തന്നെ നോക്കാം. മൊഡ്യൂൾ 3 സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സബ്സോയിൽ എക്സ്പ്ലോറേഷൻ ആണ്. അതിൻ്റെ സിലബസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരുവിധം ഫസ്റ്റ് പോർഷനിലെ ഫസ്റ്റ് ഹാഫിലെ നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടാകും? ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞ് സൈറ്റ് റെക്കഗ്നൈസേഷൻ, സൈറ്റ് എക്സ്പ്ലോറേഷൻ, ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ, നമ്പർ ആൻഡ് ഡിസ്പോസിഷൻ ഓഫ് ഇറ്റ്സ്, ജനറൽ എക്സ്പ്ലോറേഷൻ, ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ, then method of site exploration, open excavation, boring methods, auger boring, auger and shell boring, wash boring, percussion boring, rotary boring. അപ്പോൾ up to this ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് അല്ലേ. 3 പോർഷൻസ് നമ്മുടെ കംപ്ലീറ്റ് ആണ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് സോയിൽ സാമ്പിൾസ് ആൻഡ് സാമ്പിളേഴ്സ്. അതിൽ നിന്ന് ഡിസ്ചാർജ് സാമ്പിളിംഗ്, അൺഡിസ്ചാർജ് സാമ്പിളിംഗ്, പിന്നൊരു ടെസ്റ്റ് ആണ്, ടെസ്റ്റ് പ്രൊസീജിയർ ആണ്, സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ്. ദെൻ ജിയോഫിസിക്കൽ മെത്തേഡ്സ്, അതിനകത്ത് സീസ്മിക് റിഫ്രാക്ഷൻ ആൻഡ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ്. ഇതാണ് ഫസ്റ്റ് ഹാഫ് പോർഷനിൽ നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതിനുശേഷം ബിയറിംഗ് കപ്പാസിറ്റി. ബിയറിംഗ് കപ്പാസിറ്റിയിൽ തന്നെ കുറേ ടേംസ് ടെക്നിക്കൽ കുറേ ബിയറിംഗ് കപ്പാസിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി, അലവബിൾ ബിയറിംഗ് പ്രഷർ, ദെൻ ഷിയർ ഫെയിലിയേഴ്സ്, ജനറൽ ആൻഡ് ലോക്കൽ ഷിയർ ഫെയിലിയേഴ്സ് പഠിക്കണം. ദെൻ ടെർസാഗി തിയറി ഓഫ് ബിയറിംഗ് കപ്പാസിറ്റി അത് വേണം. ദെൻ എഫക്ട് ഓഫ് വാട്ടർ ടേബിൾ, പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. അത്രയും പഠിക്കാനുണ്ട് നമുക്ക് 3rd മൊഡ്യൂളിൽ. ഇതിനകത്ത് ഇന്ന് നമ്മൾ സോയിൽ സാമ്പിൾസ് ആണ് നോക്കുന്നത്. സോയിൽ സാമ്പിൾസ്, സാമ്പിളേഴ്സ് ഇല്ല, സോയിൽ സാമ്പിൾസ് മാത്രം. അതിനകത്ത് ഡിസ്റ്റർബ്ഡ് സാമ്പിളിങ്ങും ആൻഡ് അൺഡിസ്റ്റർബ്ഡ് സാമ്പിളിങ്ങും ആണ് നോക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് സാമ്പിളേഴ്സും സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് പഠിച്ചു സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സബ്സോയിൽ എക്സ്പ്ലോറേഷൻ. നമുക്ക് പ്രീവിയസ് സ്ലൈഡിലൂടെ പോയി നോക്കാം കേട്ടോ. ഒന്ന് ഓർമ്മ പുതുക്കാം. സബ്സർഫസ് കണ്ടീഷൻ, ബിഗ് എഞ്ചിനീയറിംഗ് പ്രോജക്ട്, ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്, കൺസ്ട്രക്ഷൻ ടെക്നിക്സ്, ഇപ്പം എന്തിനാണ് അത് ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു അല്ലേ. ദെൻ ഒബ്ജക്റ്റീവ്സ് നോക്കി, ടൈപ്പ് ആൻഡ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ബിയറിംഗ് കപ്പാസിറ്റി ചെക്ക് ചെയ്യാൻ, മാക്സിമം ഒരു ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് നോക്കുന്നതിന് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ആൻഡ് ഡിറ്റർമൈൻ ദ
ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? ഓഡിയോ ക്ലിയർ അല്ലേ? എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് നല്ല ജലദോഷമുണ്ട്, സോ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് കമന്റ് ചെയ്യാവോ? ഓഡിയോ ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആണ് ഒന്നുകൂടെ പറയാം. ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ടു സെലക്ട് ദ ടൈപ്പ് ആൻഡ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഫോർ എ ഗിവൺ സ്ട്രക്ചർ. അതായത് ഫൗണ്ടേഷന്റെ ടൈപ്പ്, ഏത് ടൈപ്പ് വേണം അല്ലെങ്കിൽ എത്ര ഡെപ്ത് കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കണം. ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ അത് കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ മാക്സിമം ആൻഡ് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ്, പ്രോബബിൾ മാക്സിമം ആൻഡ് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എത്രത്തോളം വരും ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ആൻഡ് ഡിറ്റർമിൻ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, വാട്ടർ ടേബിൾ എവിടെ വന്ന് നിൽക്കുന്നു അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ റിട്ടൈനിങ് ബോൾ, അബട്ട്മെന്റ്, ബ്രസ്റ്റ് ബോൾ, അതിൻ്റെയൊക്കെ അവിടെയെല്ലാം ആക്ട് ചെയ്യുന്ന ലാറ്ററൽ എർത്ത് പ്രഷർ എത്രയാണെന്ന് നോക്കാൻ. പിന്നെ ആ സൈറ്റിൽ ഏത് ടൈപ്പ് കൺസ്ട്രക്ഷൻ ടെക്നിക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ സൂട്ടബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ടെക്നിക്ക് എങ്ങനത്തെയാണെന്ന് സെലക്ട് ചെയ്യണം അല്ലേ, അതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്തെങ്കിലും പ്രോബ്ലംസിലാണ് നിൽക്കുന്നതെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചേഴ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് റെമഡിയൽ മെഷേഴ്സ് കണ്ടുപിടിക്കുക. അപ്പം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തത്. ഓക്കെ, ദെൻ സൈറ്റ് ഇൻവെസ്റ്റിഗേഷനിലെ സ്റ്റേജസ് ആണ്. 4 സ്റ്റേജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സൈറ്റ് റെക്കഗ്നൈസൻസ്, പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷൻ, ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ, then preparation of soil investigation report. സൈറ്റ് റെക്കഗ്നൈസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനായിരുന്നു സൈറ്റ് റെക്കഗ്നൈസൻസ് ചെയ്തത്? സർവേയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് സൈറ്റ് റെക്കഗ്നൈസൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഡ്രെയിനേജ് ഡിച്ചസ് അല്ലെങ്കിൽ ഡംപിങ് യാർഡ്സ് ഉണ്ടോ എന്ന് അറിയണം, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എവിടെയാണോ നിൽക്കുന്നത്, സ്പ്രിങ്സ് അതുപോലെ സ്വാൻസ് അതിൻ്റെയൊക്കെ പ്രസൻസ് അവിടെ ഉണ്ടോ, അല്ലെ മുൻകാലങ്ങളിൽ എന്തെങ്കിലും ഫ്ലഡ് ഉണ്ടായതിൻ്റെ മാർക്കിങ് അവിടെ ഉണ്ടോ, ഫ്ലഡ് ഉണ്ടാകുന്ന ഏരിയ ആണോ, അതുപോലെ വെജിറ്റേഷൻ എങ്ങനത്തെ വെജിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ വെജിറ്റേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ സോയിലിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ഒന്ന് ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, ഷ്രിങ്കേജ്, ക്രാക്ക് അതുപോലെയുള്ള എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈറ്റ് റെക്കഗ്നൈസൻസ് ചെയ്തിരുന്നത്. ദെൻ പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സോയിൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ചെറിയൊരു ധാരണ, വലിയ ചെലവൊന്നുമില്ലാതെ ചെറിയ ലോ കോസ്റ്റ് അല്ലെങ്കിൽ ലോ ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സൈറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അവിടെ നമ്മൾ സോയിലിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്, അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ പൊസിഷൻ, സോയിൽ സ്ട്രാറ്റ് എത്ര ഡെപ്തിലുണ്ട് അല്ലെങ്കിൽ എത്ര എക്സ്റ്റെൻഡ് വരെയുണ്ട്, സോയിലിന്റെ കോമ്പോസിഷൻ എങ്ങനത്തെ കോമ്പോസിഷൻ ആണ്, അതുപോലെ ഹാർഡ് സ്ട്രാറ്റം എത്ര ഡെപ്തിലുണ്ട്, ഇനി അതുപോലെ തന്നെ സോയിലിന്റെ പ്രോപ്പർട്ടീസ്, എന്ത് പ്രോപ്പർട്ടീസ്, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് അതായിരുന്നു. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് ഡീറ്റെയിൽഡ് സൈറ്റ് എക്സ്പ്ലോറേഷൻ. അപ്പോൾ വലിയ വലിയ
വർക്കാണ് നമുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് സൈറ്റ് എക്സ്പ്ലോറേഷൻ എന്തായാലും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊന്നുകൂടെ ചെലവ് കൂടിയ സംഭവമാണ് അല്ലേ. ഇതിനകത്ത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ബോറിംഗ് പ്രോഗ്രാം എല്ലാം വരും, എക്സ്റ്റെൻസീവ് ബോറിംഗ് പ്രോഗ്രാം, അല്ലെങ്കിൽ സാമ്പിൾസ് എടുത്തിട്ട് നമ്മൾ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ ഫീൽഡ് ടെസ്റ്റില് വെയിൻഷിയർ ടെസ്റ്റ്, പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. അങ്ങനത്തെ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ഒക്കെ നമുക്ക് ഇനി കമ്മിങ് ക്ലാസ്സസിൽ പഠിക്കാനുള്ളതാണ്. പെർമിയബിലിറ്റി ടെസ്റ്റ് അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഹെവി സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഡാം, ബ്രിഡ്ജ്, അതിൻ്റെ അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ ചെയ്യേണ്ടി വരും. അതിനുശേഷം പിന്നെ നമ്മൾ റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആണ്, അതിവിടെ നമ്മൾ പറയുന്നില്ല. അപ്പോൾ സൈറ്റ് റെക്കഗ്നൈസൻസ്, പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ, ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ, പിന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. അത്രയാണ് ഒരു സൈറ്റ് ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ആണ്. ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് ഡെപ്ത് എന്താണെന്നാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഡെപ്ത് അക്യുമുലേഷൻ സ്ട്രെസ് ഇൻക്രിമെന്റ് ഡ്യൂ ടു സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്സ് ക്യാൻ പ്രൊഡ്യൂസ് സിഗ്നിഫിക്കൻറ്റ് സെറ്റിൽമെന്റ് ആൻഡ് ഷിയർ സ്ട്രെസ് ഈസ് നോൺ ആസ് സിഗ്നിഫിക്കൻറ്റ് ഡെപ്ത്. അതായത് ഒരു നമ്മുടെ മണ്ണിന് മുകളിൽ ലോഡ് വരും, സൂപ്പർ ഇമ്പോസ്ഡ്, ഇപ്പോൾ ഏതെങ്കിലും ബിൽഡിംഗ് ആയിരിക്കും, അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ലോഡ് വരും അല്ലേ. അപ്പോൾ അങ്ങനെ ലോഡ് വരുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ സെറ്റിൽമെന്റ് ഉണ്ടാകും, അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഏത് ഡെപ്തിലാണോ ഈ സ്ട്രെസ് ഇൻക്രിമെന്റ് ഉണ്ടാകുന്നത്, ഇത്തരം ലോഡുകൾ കാരണം സ്ട്രെസ് ഇൻക്രിമെന്റ് ഉണ്ടാകുന്ന ഡെപ്ത് എവിടെയാണോ ആ ഡെപ്തിനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഡെപ്ത് എവിടെയാണോ വരുന്നത് അത്രയെങ്കിലും ഡെപ്തിൽ നമ്മൾ കുഴിക്കണം എന്നാണ് പറയുക. സിഗ്നിഫിക്കൻറ്റ് ഡെപ്തിന്റെ ഈക്വൽ ആയിട്ടെങ്കിലും മിനിമം, ഓക്കെ, അത്രയെങ്കിലും നമ്മൾ എക്സ്പ്ലോറേഷൻ ചെയ്യുമ്പോൾ കുഴിച്ചെടുക്കണം എന്നാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് കേസസ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. സിഗ്നിഫിക്കൻറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് ഇന്റൻസിറ്റിയുടെ 20% വരുന്ന ഡെപ്തിൽ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഡെപ്ത് സാധാരണ കേസുകളിൽ എടുക്കാറുള്ളത്. ഇനി സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1.5 ടൈംസ് വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ്. ഫൂട്ടിങ്ങിന്റെ വിഡ്ത്തിന്റെ ഇത് എപ്പോഴും കാണുന്നുണ്ടല്ലോ, വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ് എത്രയാണ്, ബി എന്ന് കൊടുത്തിട്ട് അതിന്റെ 1.5 ബി ടൈംസ് നമ്മൾ ഡെപ്ത് എടുക്കണം എന്നാണ് പറയുന്നത്. ഇനി സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണെങ്കിൽ ആ ഡെപ്ത് എന്താണ്, 3 ടൈംസ് വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ്. ഓക്കെ, ഇനി ഇൻ കേസ് ഓഫ് റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ഫൂട്ടിങ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഫൂട്ടിംഗ് വരുന്ന ഭാഗത്തിനെ മൊത്തം ഒരു റാഫ്റ്റ് ഫൗണ്ടേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ആ എൻറ്റയർ ലോഡഡ് ഏരിയയുടെ വിഡ്ത്ത് ബി ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് 1.5 ടൈംസ് ബി. ഓക്കെ, ഇനി പൈൽ ഫൗണ്ടേഷൻ ആണ് എന്നുണ്ടെങ്കിൽ 1.5 ടൈംസ് ദ വിഡ്ത്ത് ഓഫ് പൈൽ ഗ്രൂപ്പ് ആണ് ഡെപ്ത് ആയിട്ട് എടുക്കുന്നത്. ഈ ഫ്രിക്ഷൻ പൈൽസ് ആണെന്നുണ്ടെങ്കിൽ 1.5 ടൈംസ് വിഡ്ത്ത് ഓഫ് പൈൽ ഗ്രൂപ്പ് ആണ്. പക്ഷെ അത് നമ്മൾ എടുക്കുന്നത് താഴുന്നത് d/3 ഹൈറ്റിൽ നിന്ന്. ഓക്കെ, ഇവിടെ നമുക്ക് ഫിഗറിൽ ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഫിഗർ നോക്കൂ, ഇത് നമ്മുടെ ഡി എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് പൈൽസ് ആണ്. അപ്പൊ താഴെ നിന്ന് d/3 ഹൈറ്റിൽ നിന്ന് വേണം നമ്മൾ 1.5 ബി മെഷർ ചെയ്യാനായിട്ട്. ഓക്കെ, താഴെ നിന്ന് d/3 ഡെപ്തിൽ വേണം നമ്മൾ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ മെഷർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ സാധാരണ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സിന്റെ കേസിൽ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷന് ഒരു ഇക്വേഷൻ കൊടുക്കാറുണ്ട്. D = CS/0.7. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റോറീസ് ആണ്, സോറി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സ്റ്റോറീസ് ആണ്. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ 3 ആണ്. ഇൻ കേസ് ലൈറ്റ് സ്റ്റീൽ ബിൽഡിംഗ് അല്ലെങ്കിൽ നാരോ കോൺക്രീറ്റ് ബിൽഡിംഗ് ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് നമ്മൾ 3 ആയിട്ട് എടുക്കും. ഇനി ഹെവി സ്ട്രക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ നമ്മൾ 6 ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇനി ലൂസ് സോയിൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ നന്നായിട്ട് നമ്മൾ എക്സ്പ്ലോറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ലൂസ് സോയിൽ ആണെങ്കിൽ നന്നായിട്ട്
എക്സ്പ്ലോറേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഡീപ്പ് എക്സ്കവേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്കവേഷൻ ലെവലിൽ നിന്ന് 1.5 ടൈംസ് ആണ് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ്റെ 1.5 ടൈംസ് ആണ് നമ്മൾ എടുക്കാറ്. ഇനി റോഡ് കട്ട്സ് ആണെങ്കിൽ ഡി എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് കട്ട് എത്രയാണോ അത് ഈക്വൽ ആയിട്ട് എടുക്കുക. ഇനി റോഡ് ഫിൽസ് ആണെങ്കിൽ ഡി ഈസ് ഈക്വൽ 2 മീറ്റർ. റോഡ് ഫിൽസ് അല്ലെങ്കിൽ ഡി ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഡി ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് കട്ട്. In case of road cuts, in road fills ആണെങ്കിൽ d is equal to 2 meter below the ground surface. In case of gravity dam, d is 2 times the height of dam. Okay. ഇനി lateral extent of exploration. lateral extent of exploration നമ്മൾ സാധാരണ നോക്കുന്നത് ഈ സ്മോൾ ബിൽഡിങ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഏരിയ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സെന്ററിൽ മാത്രം ഒരു പിറ്റ് എടുത്താൽ മതിയാകും. ഇനി കോമ്പാക്ട് ബിൽഡിങ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെന്ററിൽ ഒരു പിറ്റ് എടുക്കും, അതുപോലെ ആ ബിൽഡിങ്ങിന്റെ 4 കോർണറിലും പിറ്റ് എടുക്കും. ഓക്കെ. ഇനി ലാർജ് മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്സ് ആണെങ്കിൽ എല്ലാ കോർണേഴ്സിലും എടുക്കണം, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെയും എടുക്കണം. ഇനി സ്പേസിംഗ് ആണെന്നുണ്ടെങ്കിൽ 10 to 30 മീറ്റർ ആണ് സ്പേസിംഗ് സാധാരണ പറയുന്നത്. ഹൈവേസിലാണെങ്കിൽ നമ്മൾ സെന്റർ ലൈനിലൂടെയാണ് എക്സ്പ്ലോറേഷൻസ് എടുക്കുക. അതിന്റെ സ്പേസിംഗ് 150 to 300 ആയിരിക്കും. ഓക്കെ. ഹൈവേസ് ആണെങ്കിൽ സെന്റർ ലൈനിലൂടെ എക്സ്പ്ലോറേഷൻ എടുക്കണം. വിത്ത് സ്പേസിംഗ് 150 to 300 മീറ്റേഴ്സ്. കോൺക്രീറ്റ് ഡാം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 40 to 80 മീറ്റർ. ഓക്കെ. ഇനി സൈറ്റ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷനും ഉണ്ട്. ജനറൽ അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ ഉണ്ട്. അതിൽ ജനറൽ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ കോസ്റ്റില് സബ്സോയിലിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് പിക്ചർ കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും എഞ്ചിനീയർ വർക്ക്സ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ ഉപയോഗിക്കുക. ജനറൽ ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും എഞ്ചിനീയറിംഗ് വർക്ക്സ് ആണ്, അതിന്റെ ഡിസൈനും എക്സിക്യൂഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സബ്സോയിലിന്റെ അപ്രോക്സിമേറ്റ് പിക്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ ചെറിയ കോസ്റ്റിൽ, ഒരുപാട് ചെലവൊന്നുമില്ലാതെ വളരെ ചെറിയ കോസ്റ്റിൽ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ജനറൽ അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ സാധാരണ ചെയ്യാറ്. അതുപോലെ തന്നെ ഇനി വല്ല ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ, ചെലവ് കൂടിയ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ നടത്താൻ സാധ്യതയില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജനറൽ എക്സ്പ്ലോറേഷൻ കൊടുക്കാറുണ്ട്. അതിനകത്ത് ബോറിങ്സ് വരും, അതുപോലെ തന്നെ സബ്സർഫസ് പെനട്രേഷൻ സൗണ്ടിങ്സ്, അതുപോലെ ജിയോഫിസിക്കൽ മെത്തേഡ്സ്, അതെല്ലാം നമ്മൾ ജനറൽ എക്സ്പ്ലോറേഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇനി ബോറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗർ ബോറിംഗ്, ഓഗർ ആൻഡ് ഷെൽ ബോറിംഗ്, വാഷ് ബോറിംഗ്, അതെല്ലാം നമ്മൾ സാധാരണ ബോറിംഗ് മെത്തേഡ്സ് ആയിട്ട് ജനറൽ എക്സ്പ്ലോറേഷൻ സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത്തരം ബോറിങ്സ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ബോറിങ്സിലൂടെ അല്ലെങ്കിൽ ആ സാമ്പിളേഴ്സിലൂടെ നമുക്ക് സോയിൽ സാമ്പിൾ കിട്ടും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ കിറ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് സോയിൽ സാമ്പിൾ കിട്ടും. എന്നിട്ട് ആ സോയിൽ സാമ്പിളിൽ നമ്മൾ ലബോറട്ടറി കൊണ്ടുപോയിട്ട് ചെറിയ ചെറിയ മെത്തേഡ്സ്, ഫീൽഡ് ലബോറട്ടറി മെത്തേഡ്സിലൂടെ നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കും. അതായത് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാം, ഡെൻസിറ്റി കണ്ടുപിടിക്കാം, കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാം, അതുപോലെ സോയിൽ ഏത് ടൈപ്പാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ചെയ്ത് നോക്കാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഡെപ്ത്, എക്സ്റ്റെൻഡ്, കോമ്പോസിഷൻ ഓഫ് സോയിൽ സ്ട്രാറ്റ, സോയിൽ എത്ര ഡെപ്തിലുണ്ട്, എത്ര എക്സ്റ്റെൻഡിൽ, എത്ര ഹൊറിസോണ്ടലായിട്ട് ഏത് ലെവൽ വരെ ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇനി റോക്ക് എന്തെങ്കിലും അവിടെ ഉണ്ട്, റോക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടണമെങ്കിൽ അത് എത്ര ഡെപ്തിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഗ്രൗണ്ട് വാട്ടർ ലെവൽ എത്രയാണെന്ന് മനസ്സിലാക്കാൻ, അതുപോലെ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസിന്റെയും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സാമ്പിൾസിന്റെ ഒക്കെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്, അതുപോലെ സ്ട്രെങ്ത്തും കംപ്രസിബിലിറ്റി എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കും. എന്നിട്ട് ഇത്തരം ഡാറ്റാസിൽ നിന്ന് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷൻ ഏത് ടൈപ്പാണെന്ന്
മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനറൽ അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ ആണെങ്കിൽ ജനറൽ എക്സ്പ്ലോറേഷന്റെ ഒരു സപ്ലിമെന്ററി ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ. ഓക്കെ, അപ്പൊ ജനറൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഇതിന് സപ്ലിമെന്ററി ആയിട്ട് ചെയ്യാണ് നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ എക്സ്പ്ലോറേഷൻ നമ്മൾ സാധാരണ പറഞ്ഞു മൈനർ എഞ്ചിനീയറിംഗ് വർക്ക്സിനാണെന്ന് പറയും അല്ലെ. എന്നാൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ നമ്മൾ എപ്പോഴും ലാർജ് എഞ്ചിനീയറിംഗ് വർക്ക്സിനാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹെവി ലോഡ് വരുന്ന അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ജനറൽ എക്സ്പ്ലോറേഷൻ ചെയ്താൽ പറ്റില്ല. കാരണം എന്താ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സോയിലിനെ പറ്റി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഡെപ്തില് അത്രയും ഡെപ്തിൽ പോകുമ്പോൾ സോയിലിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനൊക്കെ സാധിക്കില്ല അല്ലെ. അപ്പൊ അത്തരം കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ തന്നെ ചെയ്യണം. അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഷിയർ സ്ട്രെങ്ത്, കംപ്രസിബിലിറ്റി, ഡെൻസിറ്റി ഇൻഡെക്സ്, പെർമിയബിലിറ്റി അതെല്ലാം നമ്മൾ ഫീൽഡിലും ചെയ്യാം, അതുപോലെ തന്നെ ലാബിൽ കൊണ്ടുപോയിട്ടും അത്തരം ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്നുണ്ട്. ഇനി മെത്തേഡ്സ് ഓഫ് സൈറ്റ് എക്സ്പ്ലോറേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ എക്സ്കവേഷൻ, ബോറിംഗ്, സബ്സർഫസ് സൗണ്ടിങ്, ജിയോഫിസിക്കൽ മെത്തേഡ്സ്. അതിൽ ഓപ്പൺ എക്സ്കവേഷനിൽ തന്നെ പിറ്റ്സ് ആൻഡ് ട്രഞ്ചസ് ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട് ഓപ്പൺ എക്സ്കവേഷനിൽ, പിറ്റ്സും ട്രഞ്ചസും. അതായത് എല്ലാ ടൈപ്പ് സോയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി IS കോഡ് പ്രകാരം 1.2 മീറ്റർ ബൈ 1.2 മീറ്റർ ആണ് അതിന്റെ വർക്ക് സ്പേസ് കൊടുക്കുന്നത്. ഇതിനകത്ത് ചിത്രമുണ്ട് കണ്ടോ, എക്സ്കവേറ്റർ ടെസ്റ്റ് പിറ്റ്. അപ്പോൾ ഇത് ഒരുപാട് ഡെപ്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് വെന്റിലേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ താഴോട്ട് പോകുന്തോറും നമുക്ക് ഓക്സിജൻ കിട്ടാത്ത വർക്കിംഗ് സ്പേസിൽ താഴോട്ട് പോകുന്തോറും വർക്കേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വെള്ളം നനം കയറി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡീവാട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കണം. അങ്ങനെ കുറെ കണ്ടീഷൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് പിറ്റ്സ് ആൻഡ് ട്രഞ്ചസ്. ഇനി ഒന്നാണ് ഡ്രിഫ്റ്റ് ആൻഡ് ഷാഫ്റ്റ്. ഓപ്പൺ എക്സ്കവേഷനിൽ വരുന്ന ഒന്നാണ് ഡ്രിഫ്റ്റ് ആൻഡ് ഷാഫ്റ്റ്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ടണൽസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1.5 മീറ്റർ വിഡ്ത്തും 2 മീറ്റർ ഹൈറ്റും ആണ് ഹാർഡ് റോക്കിന്റെ കേസിൽ പറയുന്നത്. ഈ സോഫ്റ്റ് റോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂഫ് എന്ന് പറയുന്നത് ആർച്ച് റൂഫാണ് നല്ലത്. ഫ്ലാറ്റ് റൂഫിനേക്കാളും ആർച്ച് റൂഫാണ് നല്ലത്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യണം ഡ്രിഫ്റ്റിന്റെ കേസിൽ. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു ഡ്രിഫ്റ്റിന്റെ കേസിൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ മറ്റ് മെത്തേഡ്സിലൂടെ അത് നമുക്ക് ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രിഫ്റ്റ് ആണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഇതാണ് ഡ്രിഫ്റ്റ് ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത്. ഹൊറിസോണ്ടൽ ടണൽസ്. ഇതിന് ആർച്ച് റൂഫാണ് ബെറ്റർ. ഫ്ലാറ്റ് റൂഫിനേക്കാളും ആർച്ച് റൂഫാണ് ബെറ്റർ ആയിട്ടുള്ളത്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ ക്ലിയർ ഡയമെൻഷൻസ് 1.5 മീറ്റർ വിഡ്ത്തും 2 മീറ്റർ ഹൈറ്റും ആണ് സാധാരണ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. പിന്നെ ഡ്രിഫ്റ്റ് നമുക്കറിയാം ഹൊറിസോണ്ടൽ ടണൽസ് ആണ്. സോ അത് ജനറലി അത് എക്സ്പെൻസീവ് ആണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രിഫ്റ്റ്സ് ആർ ഓൾസോ നോൺ ആസ് അഡിറ്റ്സ്. അഡിറ്റ്സിനോട് ഡ്രിഫ്റ്റിനെ പറയാറുണ്ട്. നെക്സ്റ്റ് വൺ ഷാഫ്റ്റ്. ഷാഫ്റ്റ് ഇപ്പൊ നേരത്തെ ഫിഗറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുണ്ടോ, വെർട്ടിക്കൽ ഹോൾസ് ആണ്. ഷാഫ്റ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഹോൾസ് ആണ്. അത് റെക്ടാങ്കുലർ ആയിട്ടും സർക്കുലർ ആയിട്ടും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. റെക്ടാങ്കുലർ ആണെങ്കിൽ അതിന്റെ വിഡ്ത്ത് 2.4 ആണ്. സർക്കുലർ ആണെങ്കിൽ അതിന്റെ മിനിമം ഡയമീറ്റർ 2.4 ആണ്. ഓക്കെ, ഇതാണ് ഡ്രിഫ്റ്റും ഷാഫ്റ്റും. ഓപ്പൺ എക്സ്കവേഷനിലെ രണ്ടെണ്ണമായിരുന്നു പിറ്റ്സ് ആൻഡ് ട്രഞ്ചസ് ആൻഡ് ഡ്രിഫ്റ്റ് ആൻഡ് ഷാഫ്റ്റ്. നെക്സ്റ്റ് വൺ ബോറിംഗ് മെത്തേഡ്സ്. ഓപ്പൺ എക്സ്കവേഷൻ കഴിഞ്ഞു, ഇനി ബോറിംഗ് മെത്തേഡ്സ്. ബോറിംഗ് മെത്തേഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓഗർ ബോറിംഗ്, ഓഗർ ആൻഡ് ഷെൽ ബോറിംഗ്, വാഷ് ബോറിംഗ്, പെർക്യൂഷൻ ബോറിംഗ് ആൻഡ് റോട്ടറി ബോറിംഗ്. അപ്പോൾ ഓഗർ ബോറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർപ്പൻട്രിയിൽ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് അല്ലെ, ഇതുപോലെ. അപ്പൊ ഇത്
എന്ന് പറയുന്നത് മെക്കാനിക്കലിയും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ മാനുവലിയും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഹാൻഡ് വർക്കേഴ്സ് ആണെങ്കിൽ 15 to 20 സെന്റിമീറ്റർ ഡയ ആണ്, സാധാരണ 6 മീറ്റർ ഡെപ്തിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അല്ലെ. ഇത് എന്ത് ചെയ്യാം, നമ്മൾ ഈ മുകളിൽ പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അപ്പൊ നമ്മൾ പ്രസ് ചെയ്യും അല്ലെ, പ്രസ് ചെയ്യുമ്പോൾ ഇത് താഴോട്ട് മണ്ണിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോകും. ആ രീതിയിലുള്ളതാണ് ഓഗർ ബോറിംഗ്. ഇനി ഓഗർ ആൻഡ് ഷെൽ ബോറിംഗ് ഉണ്ട്. സിലിണ്ടറിക്കൽ ഓഗേഴ്സ്, അത് ഹാൻഡ് ഓപ്പറേറ്റഡ് ആണെങ്കിൽ 25 മീറ്റർ വരെയും മെക്കാനിക്കലി ആണെങ്കിൽ 50 മീറ്റർ വരെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി വാഷ് ബോറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് സോയിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പിക്ചർ ഉണ്ട്, വാഷ് ബോറിംഗിന്റെ പിക്ചർ. ഓക്കെ. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ തന്നെ 2 to 3 മീറ്റർ ലോങ്ങിൽ ഒരു കേസിംഗ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. എന്നിട്ട് ആ കേസിംഗിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഹോളോ ഡ്രിൽ ഇത് ഷാർപ്പ് ചിസൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് വെള്ളം നല്ല ഹൈ പ്രഷറിൽ നമ്മൾ വെള്ളം ഇറക്കുന്നുണ്ടാവും, വെള്ളം പമ്പ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ആ ജെറ്റിംഗ് ആക്ഷൻ വഴി സോയിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ടൊരു സ്ലറി ഉണ്ടാവും. എന്നിട്ട് ആ സ്ലറി മുകളിലൂടെ സൈഡിലൂടെ മുകളിലേക്ക് വരും. അത് നമ്മളിവിടെ ഒരു സെറ്റിംഗ് ടാങ്കിൽ കളക്ട് ചെയ്യും അല്ലെ. ആ രീതിയിലാണ് വാഷ് ബോറിംഗ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലാബിൽ ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് സ്ലറി രൂപത്തിൽ വരുന്ന കാരണം തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. പിന്നെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് സോയിലിന്റെ ലെയർ മാറും അല്ലെ, പ്രൊഫൈല് മാറും. അപ്പൊ ആ രീതിയിൽ കളർ നമുക്ക് കിട്ടുന്ന സാമ്പിളിന്റെ കളർ വെച്ച് നമുക്ക് സോയിലിന്റെ ലെയർ എങ്ങനെയാണ് മാറിയിട്ടുള്ളത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വാഷ് ബോറിങ്ങിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. ഇത് സാധാരണ വാഷ് ബോറിംഗ് is mainly used for advancing a hole in the ground. നെക്സ്റ്റ് വന്നൊരു പെർക്യൂഷൻ ബോറിംഗ്. ഇതിനും കേസിംഗ് ആവശ്യമുണ്ട്. നമ്മൾ ട്യൂബ് വെല്ലെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ ഇതിനകത്ത് ഒരു ഹെവി ആയിട്ടുള്ള ചിസൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ബ്ലോസ് കൊടുക്കും. അങ്ങനെയാണ് നമ്മളൊരു എന്താ പറയാ ബോറിംഗ് ചെയ്യുന്നത്. വെയിറ്റ് കൂടിയൊരു ചിസൽ ഉണ്ടായിരിക്കും. ആ ചിസലിന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബ്ലോസ് കൊടുക്കും, ഒരു കേബിൾ ഒക്കെ യൂസ് ചെയ്തിട്ട്. അതിന്റെ ബിഞ്ച്, ആ ഒരു മെക്കാനിസത്തിന് ബിഞ്ച് എന്നാണ് പറയുന്നത്. ഓക്കെ. ഈ രീതിയിൽ ചെയ്യുന്നതാണ് പെർക്യൂഷൻ ബോറിംഗ്. ഇനി റോട്ടറി ബോറിംഗ് എന്ന് പറയുന്നത്, റോട്ടറി ഡ്രില്ലിംഗ് എന്നൊരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും it is a first method of advancing holes of dia 50 mm to 200 mm in rocks and sand clay. ഇത് നമുക്ക് ഒരു വലിയ സൈസുള്ള പാർട്ടിക്കിൾസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഡ്രിൽ ബിറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് ഡ്രിൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, റോട്ടറി ഡ്രില്ലിങ്. ഇത് മഡ് റോട്ടറി ഡ്രില്ലിങ്ങും കൂടെ അറിയുന്നുണ്ട്, മഡ് റോട്ടറി ഡ്രില്ലിങ്. നെക്സ്റ്റ് നമുക്ക് സോയിൽ സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോയിൽ സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഡിസ്റ്റർബ്ഡ് സാമ്പിൾസും അതുപോലെ തന്നെ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസും. ഡിസ്റ്റർബ്ഡ് സാമ്പിൾസും ഉണ്ട്, അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസും ഉണ്ട്. ഡിസ്റ്റർബ്ഡ് സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന കുറേ മെത്തേഡ്സ് നോക്കിയില്ലേ. അപ്പൊ ആ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾ എന്ന് പറയുന്നത് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നാച്ചുറൽ സ്ട്രക്ചർ, സോയിലിന് ഒരു നാച്ചുറൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ടാവും. ആ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അത്തരം സ്ട്രക്ചർ സാമ്പിൾസിനെയാണ് ഡിസ്റ്റർബ്ഡ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കേസിൽ നമ്മൾ ഇതിന്റെ നമുക്ക് ഓഡിയോ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇത്ര നേരം കേട്ടിരുന്നോ?
ഓക്കെ, ഇവിടെ എന്തൊക്കെയോ എറർ കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. Okay. Our disturbed sample എന്ന് പറഞ്ഞാൽ disturbed sample is a sample in which natural structure of soil gets destroyed. Natural structure destroy ആയിട്ടുള്ള സാമ്പിൾസിനെയാണ് നമ്മൾ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പർ പ്രിക്കോഷൻ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ കണ്ടന്റ്, അതിന്റെ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നാച്ചുറൽ വാട്ടർ കണ്ടന്റിന് ഒന്നും പറ്റാതെ തന്നെ നമുക്ക് സാമ്പിൾ എടുക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഡിസ്റ്റർബ്ഡ് സാമ്പിളിൽ നിന്ന് നമുക്ക് ആ സോയിലിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ അതിന്റെ മിനറൽ കണ്ടന്റ് ഇതെല്ലാം കണ്ടുപിടിക്കാം, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡിസ്റ്റർബ്ഡ് സാമ്പിൾസിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ദി സോയിൽ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫ്രം ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ്. അതായത് ഗ്രെയിൻ സൈസ്, പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് ഇല്ലേ, ഗ്രെയിൻ സൈസ് കണ്ടുപിടിക്കാം. അതുപോലെ സോയിലിന്റെ പ്ലാസ്റ്റിസിറ്റി, അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്റ്റർബ്ഡ് സാമ്പിൾസിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ്. അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നാച്ചുറൽ സ്ട്രക്ചറിന് ഒന്നും പറ്റാതെ, ഓക്കെ, നാച്ചുറൽ സ്ട്രക്ചറിന് ഒന്നും പറ്റാതെ അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പ്രിസർവ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന് നമുക്ക് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എന്ന് പറയാം. അതിന്റെ സ്ട്രക്ചറിന് ഒരു മാറ്റം സംഭവിക്കാതെ നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സാമ്പിൾസിനെയാണ് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എന്ന് പറയാം. അതുപോലെ തന്നെ അതിന്റെ വാട്ടർ കണ്ടന്റ് മാറ്റൊന്നും, അതിന്റെ നാച്ചുറൽ വാട്ടർ കണ്ടന്റിലൊന്നും മാറ്റം വരില്ല. അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടാവും ഇത് ഇമ്പോസിബിൾ ആണില്ല, ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള ഒരു അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ കിട്ടുക എന്ന് പറയുന്നത് ഇത്തിരി പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചറിന് മാറ്റം വരാനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ മാറ്റം വരാതെ കിട്ടുന്നതാണ് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ. അതിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നുണ്ട് എങ്കിൽ അത്തരം സാമ്പിൾസ് ആണ് ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ്. ഓക്കെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സാമ്പിളറിന്റെ ഡിസൈൻ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സാമ്പിൾ എടുക്കുന്നത്, അതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് സോയിൽ സാമ്പിളിന് നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് ആ പ്രോസസ്സിനെ നമുക്ക് സാമ്പിളിംഗ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ എന്ത് വെച്ചാണോ സോയിൽ സാമ്പിൾ നമ്മൾ എടുക്കുന്നത്, ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്നത് എങ്കിൽ അത്തരം എക്യുപ്മെന്റ്സ്, അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ടൂൾസ്, അതിനെയാണ് നമ്മൾ സാമ്പിളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സാമ്പിളേഴ്സിന്റെ ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് മെത്തേഡ് അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ കിട്ടുന്ന മണ്ണ് ഡിസ്റ്റർബ്ഡ് ആണോ അൺഡിസ്റ്റർബ്ഡ് ആണോ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാം. അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസിൽ നിന്ന് നമുക്ക് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കംപ്രസിബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്, അതിന്റെ ഷ്രിങ്കേജ് ലിമിറ്റ്, അതുപോലെ പെർമിയബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസിൽ നിന്ന് കണ്ടുപിടിക്കാം. ഡിസ്റ്റർബ്ഡ് സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് മാത്രമാണ് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി സാമ്പിൾ ഡിസ്റ്റർബൻസ്. സാമ്പിൾ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ സാമ്പിളേഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്തു അല്ലെങ്കിൽ സാമ്പിളിംഗ് എങ്ങനെ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. അതായത് നമ്മുടെ ഡിസ്റ്റർബൻസിനെ ഗവേൺ ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, ഡിസൈൻ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് സാമ്പിളറിന്റെ കട്ടിംഗ് എഡ്ജ് എങ്ങനത്തെയാണ്, അതല്ലെങ്കിൽ ഉള്ളിലുള്ള ഇൻസൈഡ് വാളിന്റെ ഫ്രിക്ഷൻ, അതുപോലെ നോൺ റിട്ടേൺ വാൽവ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു സാമ്പിളിന്റെ ഡിസ്റ്റർബൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അങ്ങനെയാണ് നമുക്ക് നോക്കാം. ഡിസ്റ്റർബൻസ് ഓഫ് സോയിൽ സാമ്പിൾ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫോളോയിങ് ഡിസൈൻ ഫീച്ചേഴ്സ്. ഇതൊരു സോയിൽ സാമ്പിളർ ആണ്. സോയിൽ സാമ്പിളറിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ കട്ടിംഗ് എഡ്ജ് എന്ന് പറയും. ഇതിന് ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തിൽ നമുക്ക് കട്ടിംഗ് എഡ്ജ് എന്ന് പറയാം. ഇതിന് മുകളിലുള്ള ഭാഗത്തിന് സാമ്പിളിംഗ് ട്യൂബ് എന്ന് പറയാം.
അപ്പൊ നമ്മളിത് മണ്ണിനകത്തേക്ക് താഴ്ത്തി പല മെത്തേഡിലൂടെ നമുക്ക് താഴ്ത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മണ്ണിനെ ഇതിനകത്ത് കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്തിട്ട് കാണാം, D1, D2, D3, D4. അപ്പൊ D1 എന്ന് പറയുന്നത് കട്ടിംഗ് എഡ്ജിന്റെ ഇൻസൈഡ് ഡയമീറ്റർ ആണ് D1. അതുപോലെ കട്ടിംഗ് എഡ്ജിന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ് D2 എന്ന് പറയുന്നത്. ഇനി സാമ്പിളിംഗ് ട്യൂബിന്റെ ഇൻസൈഡ് ഡയമീറ്റർ ആണ് D3. again സാമ്പിളിംഗ് ട്യൂബിന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ് D4. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഡിസൈൻ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഏരിയ റേഷ്യോ. ഏരിയ റേഷ്യോ എന്ന് പറയുന്നത് AR എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് മാക്സിമം ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കട്ടിംഗ് എഡ്ജ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സോയിൽ സാമ്പിൾ ഇൻറ്റു 100. അതായത് മാക്സിമം ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത് D2 സ്ക്വയർ മൈനസ് D1 സ്ക്വയർ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സോയിൽ സാമ്പിൾ. ഏരിയ ഓഫ് സോയിൽ സാമ്പിൾ എന്ന് പറയുന്നത് D1 സ്ക്വയർ ഇൻറ്റു 100. അപ്പോൾ AR ഏരിയ റേഷ്യോ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ഇതാണ്, D2 സ്ക്വയർ മൈനസ് D1 സ്ക്വയർ D2 സ്ക്വയർ മൈനസ് D1 സ്ക്വയർ ഡിവൈഡഡ് ബൈ D1 സ്ക്വയർ ഇൻറ്റു 100. അപ്പോൾ ഇത് പെർസെൻറ്റേജിലാണ് പറയുക. ഇനി ഒരു അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ, ഒരു ഗുഡ് ക്വാളിറ്റി അൺഡിസ്റ്റർബ്ഡ് സാമ്പിളിന് ഏരിയ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10%. അതായത് ഒരു സാമ്പിളറിന്റെ ഏരിയ റേഷ്യോ 10%ഓ അല്ലെങ്കിൽ അതിൽ കുറവോ ആണെങ്കിൽ അതാണ് ഒരു നല്ലൊരു അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ കിട്ടാനായിട്ട് നല്ലത്. അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ നാച്ചുറൽ സ്റ്റേറ്റിന് ഒരു മാറ്റം വരാതെ, നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ സ്ട്രക്ചറിന് മാറ്റമൊന്നും വരാതെ കിട്ടുന്ന സാമ്പിൾ ആണ് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ. അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ നല്ല രീതിയിൽ കിട്ടണം അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏരിയ റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10% ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഫീച്ചർ അതാണ്. ഇനി രണ്ടാമത്തെ ഡിസൈൻ ഫീച്ചർ ആണ് ഇൻസൈഡ് ക്ലിയറൻസ്. CI എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇൻസൈഡ് ക്ലിയറൻസ് എന്ന് പറയുന്നത് D3 മൈനസ് D1 ബൈ D1 ഇൻറ്റു 100. അതാണ് അതിന്റെ ഇക്വേഷൻ. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് അൺഡിസ്റ്റർബ്ഡ് സാമ്പിളിന്റെ കേസിൽ നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ക്ലിയറൻസ് എന്ന് പറയുന്നത് 0.5-നും 3%-നും ഇടയിലായിരിക്കണം. ഓക്കെ, 0.5-നും 3%-നും ഇടയ്ക്കായിരിക്കണം. ഈ ഇൻസൈഡ് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രിക്ഷണൽ ഡ്രാഗ്, സാമ്പിളിൽ ഫീൽ ചെയ്യുന്ന ഫ്രിക്ഷണൽ ഡ്രാഗ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇൻസൈഡ് ക്ലിയറൻസ് എന്ന് പറയുന്നത് 0.5-നും 3%-നും ഇടയ്ക്ക് ആയിരിക്കണം. ഇനി നെക്സ്റ്റ് വന്നാണ് ഔട്ട്സൈഡ് ക്ലിയറൻസ്. ഔട്ട്സൈഡ് ക്ലിയറൻസ് എന്ന് പറയുന്നത് CO എന്ന് ഡിനോട്ട് ചെയ്യുന്നു. D2 മൈനസ് D4 ബൈ D4 എന്നാണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ വാല്യൂ എന്ന് പറയുന്നത് 0 to 2% അതിനിടയ്ക്കായിരിക്കണം ഔട്ട്സൈഡ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് വളരെ കുറവായിരിക്കും. ഔട്ട്സൈഡ് ക്ലിയറൻസ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ വാല്യൂ ഉണ്ടാവാൻ പാടുള്ളൂ, 0 to 2% വരെ വരാൻ പാടുള്ളൂ. നെക്സ്റ്റ് വന്നാണ് ഇൻസൈഡ് വാൾ ഫ്രിക്ഷൻ. ഇൻസൈഡ് വാൾ ഫ്രിക്ഷൻ എന്തായാലും എന്താ വേണ്ടത്, ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാകുക, എന്തായാലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെ? അപ്പൊ അതെന്തായാലും നമ്മൾ കുറയ്ക്കണം, ഫ്രിക്ഷൻ എന്തായാലും നമ്മൾ കുറയ്ക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓയിൽ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സ്മിയർഡ് ഓയിൽ ബിഫോർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഓയിൽ ചെയ്യണം, സാമ്പിളറിനകത്ത് ഓയിൽ കൊടുക്കണം. നെക്സ്റ്റ് വൺ, ഡിസൈൻ ഓഫ് നോൺ റിട്ടേൺ വാൽവ്. നോൺ റിട്ടേൺ വാൽവ് ഉണ്ടായിരിക്കും അതിനകത്ത്. It should have an orifice of large area to allow air, water or slurry to escape quickly when the sampler is driven. അതായത് നമ്മൾ സാമ്പിളർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് എയർ, വാട്ടർ, സ്ലറി അതെല്ലാം വരും, അല്ലെ? അതിന് പെട്ടെന്ന് അതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ രീതിയിലുള്ള വാൽവ് അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ഒറിഫൈസ് മീൻസ് ജസ്റ്റ് ആൻ ഓപ്പണിങ്. ഒറിഫൈസ് എന്ന് പറയുന്നത് ഒരു ഓപ്പണിംഗ് ആണ്, അത് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ വിത്ഡ്രോൺ ചെയ്യുന്ന സമയത്ത് അതിന് പെട്ടെന്ന് ക്ലോസ് ചെയ്യാനും സാധിക്കണം, വാൽവ് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് വണ്ണാണ് മെത്തേഡ് ഓഫ് അപ്ലൈയിങ് ഫോഴ്സ്. അപ്പൊ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സാമ്പിളർ മണ്ണിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ പെനട്രേഷൻ, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡിഗ്രി ഓഫ് ഡിസ്റ്റർബൻസ് ആ
മണ്ണിനെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഏത് രീതിയിലാണോ അവിടെ അപ്ലൈ ചെയ്യുന്നത്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, എത്ര ഫോഴ്സ് ആണോ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പെനട്രേറ്റ് ചെയ്യുന്നത്, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നല്ലൊരു അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പിൾ ഷുഡ് ബി പുഷ്ഡ് ആൻഡ് നോട്ട് ഡ്രിവൻ. പുഷ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഡ്രിവൻ ചെയ്യുന്നതിനേക്കാളും പുഷ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് കിട്ടാനായിട്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളിന്ന് പുതിയതായിട്ട് പഠിച്ചത് സോയിൽ സാമ്പിൾസ് ആണ്. ഏതൊക്കെയായിരുന്നു സോയിൽ സാമ്പിൾസ് എന്ന് പറയാം. സോയിൽ സാമ്പിൾസ് എന്ന് പറയുന്നത് ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ഉണ്ട്, അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസും ഉണ്ട് അല്ലെ. ഡിസ്റ്റർബ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നാച്ചുറൽ സ്ട്രക്ചർ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അൺഡിസ്റ്റർബ്ഡ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ നാച്ചുറൽ സ്ട്രക്ചർ ഡിസ്റ്റർബ്ഡ് ആയിരിക്കില്ല, മാറ്റമൊന്നും വരാതെ തന്നെ കിട്ടും. അപ്പോൾ ഡിസ്റ്റർബ്ഡ് സ്ട്രക്ചർ സാമ്പിൾ നമുക്ക് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ആണെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ കുറെ ഡിസൈൻ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. ഡിസൈൻ ഫീച്ചേഴ്സിനകത്ത് ഏരിയ റേഷ്യോ ഉണ്ട്. ഏരിയ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% കുറവായിരിക്കണം. പിന്നെ ഇൻസൈഡ് ക്ലിയറൻസ് ഉണ്ട്, അത് 0.5-നും 3-ക്കും ഇടയിലായിരിക്കണം. നെക്സ്റ്റ് ഔട്ട്സൈഡ് ക്ലിയറൻസ് ഉണ്ട്, അതെന്ന് പറയുന്നത് എത്രയായിരുന്നു, 0-ക്കും 2%-നും ഇടയിലായിരിക്കാം. പിന്നെ ഇൻസൈഡ് വാൾ ഫ്രിക്ഷൻ കുറയ്ക്കണം. അതുപോലെ നോൺ റിട്ടേൺ വാൽവിന്റെ ഡിസൈൻ, ദെൻ മെത്തേഡ് ഓഫ് അപ്ലൈയിങ് ഫോഴ്സ്. അത്രയായിരുന്നു ഡിസൈൻ ഫീച്ചേഴ്സ്. നമ്മുടെ സോയിലിന്റെ ഡിസ്റ്റർബൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിസൈൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, സാമ്പിളറിന്റെ ഡിസൈൻ ഫീച്ചേഴ്സ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട്സ് ഞാൻ തരാം, നോട്ട്സ് എഴുതിയിരിക്കുക കേട്ടോ. ഓക്കെ, ഇതുവരെ നോട്ട് തന്നിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ നിന്നുള്ള പോർഷൻസിന്റെ നോട്ട്സ് ഞാൻ തരാം, എഴുതിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ലിസണിങ്.